ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കല്ലുമ്മക്കായ നിറച്ചതാണ്. ഇതിനെ അരിക്കടുക്ക എന്നൊക്കെ പറയും. എനിക്ക് തോന്നുന്നു ഇത് ഇഷ്ടമല്ലാത്തതായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. ആദ്യം തന്നെ നമുക്ക് കല്ലുമ്മക്കായനെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഒരു കത്ത് ഉപയോഗിച്ചിട്ട് അതിൻ്റെ മുകളിലുള്ള അഴുക്കൊക്കെ ഒന്ന് ചുരണ്ടിയെടുക്കാം. അതിനുശേഷം വെള്ളമൊക്കെ കളഞ്ഞ് 2 മണിക്കൂർ നേരം ഇതിനെ ഫ്രിഡ്ജിൽ വെക്കാം. ഇതൊരു ടിപ്പാണ്. അങ്ങനെ ചെയ്താൽ ഇത് അനായാസം തുറന്നു വരും. അല്ലെങ്കിൽ നമ്മൾ കത്തിയൊക്കെ എടുത്തിട്ട് അതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്യേണ്ടി വരും. ഇനി ഇതിലേക്ക് ഞാൻ പുട്ടുപൊടിയും പത്തിരിപ്പൊടിയും ഒരേ അളവിൽ എടുക്കുന്നുണ്ട്. ഇത് എളുപ്പത്തിന് വേണ്ടിയാണ് പാക്കറ്റ് പൊടി എടുക്കുന്നത്. അല്ലെങ്കിൽ പച്ചരി കുതിർത്ത് വെച്ചതിന് ശേഷം പൊടിച്ചെടുത്താലും മതി. പുട്ടുപൊടി എടുത്താൽ കുറച്ച് തരിതരി പോലെയുണ്ട്, അപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി തേങ്ങ ചിരകിയതും ചെറിയുള്ളിയും പെരിഞ്ചീരകവും ചേർത്ത് ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. ഇനി ഇതിനെ അരിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്കൊരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് വെള്ളവും ചേർത്തിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഒരു കുഴക്കട്ടയുടെയൊക്കെ ഒരു പരുവത്തിൽ വേണം ഇത് കുഴച്ചെടുക്കാൻ. ഇപ്പോൾ നോക്കിയേ, ഫ്രിഡ്ജിൽ വെച്ചത് കൊണ്ടെല്ലാം നന്നായി തുറന്ന് വന്നിട്ടുണ്ട്. ഇനി കല്ലുമ്മക്കായൻ്റെ ഉള്ളിലേക്ക് ഈ മാവൊന്ന് നിറച്ച് കൊടുക്കാം. ഈ സമയം സ്റ്റീമറിൽ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനെ സ്റ്റീമറിൽ വെച്ച് ഒരു 20 മിനിറ്റ് നേരം വേവിച്ചെടുക്കാം. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞു. ഇതിപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇത് ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കല്ലുമ്മക്കായ കുഴക്കട്ടയിൽ നിന്നും വിട്ടുവരില്ല. ഇനി പാത്രത്തിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും വെള്ളവും ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ കഴിച്ചാലും നല്ല ടേസ്റ്റ് ആയിരിക്കും, പക്ഷെ ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഈ സമയം ഞാനൊരു പാനിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് ഇളകി വരുന്നുണ്ട്. ഇനി ഓരോ കല്ലുമ്മക്കായ നിറച്ചതും ഈ മുളകിലും മഞ്ഞളിലും ഡിപ്പ് ചെയ്തിട്ട് എണ്ണയിലിട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും, കാരണം ഇത് ഓൾറെഡി എല്ലാം കുക്ക്ഡ് ആണ്. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ കോരി മാറ്റാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കല്ലുമ്മക്കായ നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്